എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ MG യൂണിവേഴ്സിറ്റി PG കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിൻ്റെ ഭാഗമായിട്ടുള്ള SSC/ST സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു. വിദ്യാർത്ഥികൾക്ക് MG യൂണിവേഴ്സിറ്റി വെബ്സൈറ്റായിട്ടുള്ള cap.mgu.ac.in/PG അതായത് cap.mgu.ac.in/PGCap 2024/ എന്നുള്ളതാണ് PGയുടെ വെബ്സൈറ്റിൻ്റെ ആ ഒരു ID. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് ആ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ലോഗിൻ ചെയ്ത് പരിശോധിക്കാവുന്നതാണ്. അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ജൂലൈ 23 വൈകുന്നേരം 4 മുമ്പായിട്ട് കോളേജുകളിൽ സ്ഥിരപ്രവേശനമാണ് എടുക്കേണ്ടത്. പ്രവേശനം എടുക്കുന്നവർ തെളിവിനായിട്ട് കൺഫർമേഷൻ സ്ലിപ്പ് ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കണം. അത് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈലിൽ അതുണ്ടാകുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അതായത് മഹാത്മാഗാന്ധി സർവകലാശാലയോട് അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള, അതായത് എയ്ഡഡ്, അതുപോലെ തന്നെ സർക്കാർ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിലെ ഏകജാലം വഴിയുള്ള ബിരുദാനന്തര ബിരുദ പ്രവേശനത്തിൻ്റെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ ഇതുവരെ ഓൺലൈനായിട്ട് രജിസ്ട്രേഷൻ നടത്താൻ സാധിക്കാത്തവർക്ക്, പ്രവേശനം ലഭിക്കാത്തവർക്കും, പ്രവേശനം ലഭിച്ച ശേഷം അത് റിജക്റ്റ് ആയിപ്പോയവർക്കും, നിശ്ചിത സമയത്ത് പ്രവേശനമെടുക്കാൻ സാധിക്കാത്തവർക്കുമായി അപേക്ഷിക്കുന്നതിനുള്ള സൗകര്യം 24-ാം തീയതി മുതൽ 25-ാം തീയതി വരെ, അതായത് 25-ാം തീയതി വൈകുന്നേരം 4 മണി വരെ വിദ്യാർത്ഥികൾക്ക് ലഭ്യമായിരിക്കുന്നതാണ്. അപേക്ഷകൻ ഓൺലൈൻ അപേക്ഷയിൽ വരുത്ത തെറ്റ് കാരണം അലോട്ട്മെൻറ്റിന് പരിഗണിക്കപ്പെടാത്തവർക്കും അലോട്ട്മെൻറ്റിലൂടെ ലഭിച്ച പ്രവേശനം റദ്ദാക്കിയവർക്കും പ്രത്യേകമായി ഫീസ് അടക്കാതെ തന്നെ നിങ്ങളുടെ നിലവിലുള്ള ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ഉപയോഗിച്ച് cap.mgu.ac.in എന്ന വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്ത് ഓപ്ഷനുകൾ പുതുതായിട്ട് നൽകാവുന്നതാണ്. സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുന്നവർ പുതുതായിട്ട് ഓപ്ഷനുകൾ രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ്. മാനേജ്മെൻറ്റ് കോട്ട, കമ്മ്യൂണിറ്റി കോട്ട, മെറിറ്റ് കോട്ട എന്നീ വിഭാഗങ്ങൾക്കായിട്ടുള്ള പ്രത്യേക ലിങ്കിലൂടെ മാത്രം നിലവിൽ അപേക്ഷിച്ചിട്ടുള്ളവർ തങ്ങളുടെ നിലവിലുള്ള ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ഉപയോഗിച്ച് cap.mgu.ac.in എന്ന വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത ശേഷം അപേക്ഷകന് താൻ നേരത്തെ നൽകിയുള്ള അപേക്ഷയിൽ ഏതെങ്കിലും തരത്തിലുള്ള തെറ്റുകൾ കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ തിരുത്താവുന്നതും പുതുതായിട്ട് ഓപ്ഷനുകൾ നൽകാവുന്നതുമാണ്. സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുന്ന എല്ലാ അപേക്ഷകരും പുതുതായിട്ട് ഓപ്ഷനുകൾ നൽകേണ്ടതാണ്. ഓപ്ഷനുകൾ നൽകിയ ശേഷം അപേക്ഷ സേവ് ചെയ്ത് ഓൺലൈനായിട്ട് സമർപ്പിക്കേണ്ടതാണ്. അപേക്ഷയുടെയോ ഓപ്ഷനുകളുടെയോ പ്രിൻ്റ് ഔട്ട് സർവകലാശാലയിൽ സമർപ്പിക്കേണ്ടതില്ല. വിവിധ കോളേജുകളിലെ ബിരുദ പ്രോഗ്രാമുകളിലേക്കുള്ള ഒഴിവുകളുടെ വിശദാംശങ്ങൾ സർവകലാശാല വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ സ്ഥിരപ്രവേശനം എടുത്തവർ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ അപേക്ഷിക്കുകയും അലോട്ട്മെൻറ്റ് ലഭിക്കുകയും ചെയ്താൽ പുതുതായിട്ട് ലഭിക്കുന്ന അലോട്ട്മെൻറ്റിലേക്ക് നിർബന്ധമായിട്ടും പ്രവേശനം എടുക്കേണ്ടി വരും. ഇത്തരക്കാരുടെ മുൻ പ്രവേശനം നഷ്ടപ്പെടുകയും അത് റദ്ദാക്കുകയും ചെയ്യുന്നതാണ്. അതിനാൽ സ്ഥിരപ്രവേശനം എടുത്തവർ ശ്രദ്ധിച്ച് മാത്രം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ ഓപ്ഷനുകൾ നൽകുക. ഒരു തവണ ക്യാപ്പിലൂടെ അപേക്ഷാ ഫീസ് അടച്ചവർ വീണ്ടും ഫീസ് അടക്കാതെ തന്നെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാവുന്നതായിരിക്കും. അതുപോലെ ഭിന്നശേഷിക്കാർക്കായിട്ട് സംവരണം ചെയ്ത സീറ്റുകളിലേക്കും കമ്മ്യൂണിറ്റി മെറിറ്റ് സീറ്റിലേക്കും 24-ാം തീയതി മുതൽ 25-ാം തീയതി വൈകുന്നേരം 4 മണി വരെ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ അലോട്ട്മെൻറ്റ് ഷെഡ്യൂൾ ഇവിടെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. വേണമെങ്കിൽ ജസ്റ്റ് നോക്കിയാൽ മതി. കാരണം ഈ ഒരു MG യൂണിവേഴ്സിറ്റി ആകുമ്പോൾ ചിലപ്പോൾ നേരത്തെ ആ ഒരു ഷെഡ്യൂളിനേക്കാൾ നേരത്തെ തന്നെ റിസൾട്ട് വരാറുണ്ട്. അപ്പോൾ കോളേജസ് ആൻഡ് പ്രോഗ്രാംസിൽ ക്ലിക്ക് ചെയ്ത് പ്രോഗ്രാംസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊക്കെ കോഴ്സുകൾക്കാണ് വേക്കൻസി ഉള്ളത്, എത്ര വേക്കൻസി ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ഓരോ കോഴ്സ് സെലക്ട് ചെയ്യുന്ന സമയത്തും ഏതൊക്കെ കാറ്റഗറിയിൽ എത്ര വീതം സീറ്റാണുള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇത് വേക്കൻസി വേണമെങ്കിൽ നോക്കാം, അല്ലെങ്കിൽ ഇത് നോക്കാതെയും നിങ്ങൾക്ക് ഓപ്ഷൻ വെക്കാവുന്നതാണ്. അപ്പോൾ ന്യൂ രജിസ്ട്രേഷനായിട്ട് രജിസ്ട്രേഷൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ രജിസ്ട്രേഷൻ ചെയ്യുന്ന വിദ്യാർത്ഥികൾ ഈ ഒരു രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. രജിസ്ട്രേഷൻ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ നിങ്ങൾക്ക് കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു രജിസ്ട്രേഷൻ 24-ാം തീയതി മുതലാണ് വരുന്നത്. അപ്പോൾ ആ ഒരു സമയം മുതൽ രജിസ്ട്രേഷൻ ചെയ്യുക. അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റുകൾ ലഭിക്കാനായിട്ട് ഇവിടെ വാട്സപ്പിൻ ചാനലിൻ്റെ നമ്പറുള്ള ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്യുമ്പോൾ വാട്സപ്പ് ചാനലിലേക്ക് പോകും. ജസ്റ്റ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാവിധ അറിയിപ്പുകളും ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.